നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റിജുരാമൻ. നമ്മൾ കഴിഞ്ഞ 30 വീഡിയോകൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയുടെ പ്രത്യേകത ബാക്കിയുള്ള മഹാഭാരതം കഥകളിൽ നിന്നും എന്താണ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്രസാധകര് ഒരുപാട് മഹാഭാരതങ്ങള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയാവുന്ന രീതിയിൽ, കാരണം പല പുസ്തകങ്ങളിലും പല രംഗങ്ങളും പല രീതിയിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പുസ്തകം എവിടെ കിട്ടും എന്നുള്ള അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത് DC ബുക്സിലാണ്. അവിടെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി, അദ്ദേഹം ഈ വേദവ്യാസൻ പറഞ്ഞിട്ടുള്ള 1,00,000 ശ്ലോകങ്ങളെയും മലയാളത്തിൽ ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ രാജ്യത്തെ രാജാവ് ഇത് പദ്യത്തിലേക്ക് തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മലയാളം പദ്യമായിട്ടാണ്. അപ്പം ഗദ്യമാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഈ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം വ്യാസഭഗവാൻ എങ്ങനെയാണോ കഥ പറഞ്ഞത് അതിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഇദ്ദേഹം ഈ വിദ്വാൻ കെ പ്രകാശം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അതേപടി തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ, ഉപകഥകളെയും ഒട്ടും തന്നെ വിട്ടുകളയാതെ, വർണ്ണനകൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വെറുതെ വായിച്ചു പോകുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാൻ കാര്യം, ഇടയ്ക്കൊന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് അവർക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകളിൽ ഞാൻ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ കേൾക്കുന്നവർക്ക് ഒരു ആവർത്തന വിരസത തോന്നുമെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇടയ്ക്കുന്നൊക്കെ കേൾക്കാൻ തുടങ്ങുന്നവര് ഇതെന്താണ് ഇതിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണിത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് പാണ്ഡവരും കൗരവരും ദ്രോണരുടെ കീഴില് അസ്ത്രാഭ്യാസങ്ങളെല്ലാം നടത്തി. അതില് അർജുനനായിരുന്നു ദ്രോണർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാഗൽഭ്യം നേടിയത്. എല്ലാവരും മഹാരഥന്മാരായിട്ട് മാറി. അതാ രഥന്മാരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ വിശദമായിട്ട് ഈ മഹാഭാരതം കഥയിൽ തന്നെ വ്യാസഭഗവാൻ പറയുന്നുണ്ട്. ആ സമയത്ത് പറയും മഹാരഥനും അതിരഥനും രഥനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നൊക്കെ. അതിപ്പോഴേ ഞാൻ പറയുന്നില്ല. എല്ലാവരും മഹാരഥന്മാരായിട്ട് മാറിയെന്നാണ്. മഹാരഥന്മാരായിട്ട് മാറി. അപ്പൊ ഇതിലെ ഗദായുദ്ധത്തിലെ പ്രാഗൽഭ്യം നേടിയത്, ഏറ്റവും അധികം പ്രാഗൽഭ്യം നേടിയത് ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ഭീമനും അതോടൊപ്പം തന്നെ ദുര്യോധനനുമായിരുന്നു. വാളും പരിചയമൊക്കെയുള്ള യുദ്ധത്തിൽ പ്രാഗൽഭ്യം നേടിയത് നകുലിനും സഹദേവനുമാണ്. തേർ യുദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം നേടിയത് ധർമ്മപുത്രരാണ്, യുധിഷ്ഠിരനാണ്. പക്ഷെ എല്ലാ യുദ്ധമുറകളിലും ഏറ്റവും അധികം പ്രാധാന്യം നേടിയതും ഗുരുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനുമായിട്ടുള്ള ശിഷ്യൻ അർജുനനായിട്ട് മാറിയിരുന്നു. അപ്പം ഇവരുടെ ഈ പഠനമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ആ അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് ഭീഷ്മരുടെയും കൃപരുടെയും ഒക്കെ സാന്നിധ്യത്തില് രാജകൊട്ടാരത്തിലെ ധൃതരാഷ്ട്രരോട് ദ്രോണാചാര്യർ പറയും, ഇങ്ങനെ കുമാരന്മാരെല്ലാം തയ്യാറായി കഴിഞ്ഞു, ഇനി അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കുറച്ചാൾക്കാരല്ല, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അവരുടെ എല്ലാവരും നടത്തണം, പ്രത്യേകിച്ചും പാണ്ഡവരുടെയും കൗരവരുടെയും. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രരോട് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്കും ഭയങ്കര സന്തോഷമായി. തൻ്റെ മക്കളുടെ അഭ്യാസ പ്രകടനമൊക്കെ നടക്കാൻ പോവില്ലേ. പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു വിഷമം ഉണ്ടായി. അതൊക്കെ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതൊന്നും കാണാൻ പറ്റില്ല, അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കണ്ണ് കാണാൻ പറ്റാവുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്, പക്ഷെ എന്നാലും നമുക്ക് കാര്യങ്ങൾ നടത്തണം, അതുകൊണ്ട് വിതുരരെ ഏൽപ്പിച്ചു. അപ്പൊ വിതുരരെ ദ്രോണരുമായിട്ട് ചേർന്നിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലം എവിടെ വെച്ച് നടത്തണം, മുഹൂർത്തം, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചോളാൻ വിതുരരെയും ദ്രോണരെയും ഏൽപ്പിച്ചു. അങ്ങനെ വിതുരരുടെ നേതൃത്വത്തിൽ ദ്രോണരാണ് ഒരുക്കങ്ങളെല്ലാം നടത്തിയത്. അതിനു വേണ്ടിയിട്ട് വളരെ വിശാലമായിട്ടുള്ള വൃക്ഷലതാദികളൊന്നുമില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ദ്രോണർ തന്നെ അളന്ന് തിട്ടപ്പെടുത്തി ബാക്കിയുള്ള പണികളൊക്കെ ആരംഭിച്ചു. വരുന്ന ആൾക്കാർക്കെല്ലാം ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള മണ്ഡപങ്ങളെ ചുറ്റിനും ഉണ്ടാക്കി. ഇന്നത്തെ ഒരു സ്റ്റേഡിയം പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അനേകം ആൾക്കാർക്ക് ഇരിക്കാവുന്ന മണ്ഡപങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ
പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാർക്കും പൗരപ്രമുഖന്മാർക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള മണ്ഡപങ്ങൾ ഉണ്ടാക്കി, സ്ത്രീജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ചലുകൾ ഉണ്ടാക്കി. എന്നിട്ട് രാജ്യം മുഴുവൻ അയൽരാജ്യത്തും ഒക്കെ വിളംബരം നടത്തി ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം. ഇതിനുശേഷം ആ സ്ഥലത്ത് ആദ്യം തന്നെ വാസ്തുബലിയും പൂജകളും ഒക്കെ ദ്രോണരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഭ്യാസനത്തിന്റെ ദിനം അവിടെ വന്നെത്തിയ സമയത്ത് ഈ ധൃതരാഷ്ട്രരും അതോടൊപ്പം തന്നെ ഏറ്റവും മുമ്പിലായിട്ട് പോയത്, രാജകൊട്ടാരത്തിൽ ഏറ്റവും മുമ്പിലായിട്ട് പോയത് ഭീഷ്മരും കൃപരുമാണ്. ഭീഷ്മരുടെയും കൃപരുടെയും പുറകിൽ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രരും അവരുടെ പട്ടമഹിഷിയായിട്ടുള്ള ഗാന്ധാരിയും കുന്തിദേവിയും അതോടൊപ്പം തന്നെ അവരുടെ ദാസികളും അതോടൊപ്പം തന്നെ മന്ത്രിപ്രമുഖന്മാരും എല്ലാം ഘോഷയാത്രയായിട്ട് ഈ മണ്ഡപത്തിലേക്ക് എത്തിയെന്നാണ്. ആ സമയത്ത് ജനങ്ങളും അവിടെ ജനങ്ങൾ വന്ന് നിറഞ്ഞു. അപ്പൊ അവിടെ വളരെ പ്രത്യേകതയോട് കൂടിയിട്ട് കണ്ട കാഴ്ച, അവിടെ ഒരു അധ്യക്ഷ മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഗുരുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദ്രോണാചാര്യര് വെളുത്ത താടിയും വെളുത്ത മുടിയും അതോടൊപ്പം പൂണൂലും വെളുത്ത വസ്ത്രവും ഒക്കെ ആയിട്ട് തന്റെ മകനായിട്ടുള്ള അശ്വത്ഥാത്മാവിനോടൊപ്പം ആ അധ്യക്ഷ മണ്ഡപത്തിൽ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദ്രോണരുടെ ഒരു സാന്നിധ്യം എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു എന്നാണ് ആ സമയത്ത്. അദ്ദേഹം വളരെ പ്രശസ്തനും ആയിത്തീർന്നു. ആ സമയത്ത് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ സദസ്സിൽ വന്ന ആൾക്കാരെല്ലാം നിറഞ്ഞ സമയത്ത് ധൃതരാഷ്ട്രരോടൊപ്പം വിതുരരിരുന്നു, ഗാന്ധാരിയോടൊപ്പം സഞ്ജയന് വരുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും കണ്ണു കാണാൻ പറ്റാത്ത ആൾക്കാരാണ്. തത്സമയമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ വിവരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും കൂട്ടത്തിലിരുന്നത്, ഇവർക്ക് കണ്ണു കാണാൻ പറ്റാത്തത് കൊണ്ട്. ആ സമയത്ത് കുമാരന്മാരെല്ലാരും കൂടെ വരിവരിയായിട്ട് എല്ലാവരും ഓർച്ചട്ടകളൊക്കെ അണിഞ്ഞ് കച്ചിയൊക്കെ കെട്ടി മനോഹരമായിട്ടുള്ള കുറികളും ഒക്കെ തൊട്ട് എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും ഒക്കെ ധരിച്ച് ഇവർ വരിവരിയായിട്ട് ഈ രംഗസ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഏറ്റവും മൂത്തവനായിട്ടുള്ള ധർമ്മപുത്രർ അല്ലെങ്കിൽ യുധിഷ്ഠിരനാണ് ആദ്യം പ്രവേശിച്ചത്. അവരുടെ മൂപ്പനുസരിച്ച് അവരിങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് എല്ലാവരെയും മടങ്ങിയതിന് ശേഷം അവരുടെ ആയുധ പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ്. അപ്പം ആദ്യം തന്നെ അസ്ത്രവിദ്യയിലുള്ള പ്രകടനങ്ങളായിരുന്നു. അസ്ത്രവിദ്യയിലുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. ലക്ഷ്യത്തിലേക്ക് അവരുടെ പേര് വെച്ച അസ്ത്രങ്ങൾ കൊണ്ടുള്ളായിരുന്നു. അപ്പൊ ചില സമയത്ത് ചില ആൾക്കാരൊക്കെ തല കുനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് ഈ അസ്ത്രത്തിന്റെ പ്രയോഗം കണ്ടിട്ട്, തങ്ങളുടെ തലയിൽ കൊള്ളുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആർക്കും പരിക്കൊന്നും ഉണ്ടായില്ല. ഇവരെല്ലാവരും ലക്ഷ്യഭേദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പല കുമാരന്മാരും അവരുടെ വൈദഗ്ധ്യമായിട്ടുള്ള കുതിരപ്പുറത്തും ആനപ്പുറത്തും തേരിലും നിന്നിട്ടുള്ള പല വിധത്തിലുള്ള യുദ്ധമുറകളും പല വിധത്തിലുള്ള വില്ലുകൾ കൊണ്ടുള്ള ആയുധപ്രയോഗങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങളൊക്കെ അതിഭയങ്കരമായിട്ടുള്ള സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് ബഹളം, ആർപ്പുവിളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ആ സമയത്ത് വലിയ ആ ജനങ്ങളുടെ ബഹളത്തെ പറയുന്നത് ആർത്തിരമ്പുന്ന ഒരു സമുദ്രം പോലെ ആയിത്തീർന്നു അവിടുത്തെ ജനങ്ങൾ എന്നാണ്. വാദ്യഘോഷങ്ങൾ ഭയങ്കരമായിട്ട് മുഴങ്ങാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇത് ഈ കുമാരന്മാരുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞു. അതിനുശേഷം ഗദായുദ്ധത്തിന്റെ ഒരു പ്രകടനമായിരുന്നു നടക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആ ഗദായുദ്ധത്തിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ഭീമനും ദുര്യോധനും രംഗത്തിറങ്ങി. അവർ രണ്ടും നേരത്തെ മുതലേ നല്ല ശത്രുതയിലാണ്. അപ്പൊ ഇവർക്ക് പ്രകടനം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദമാണുള്ളത്. അങ്ങനെ രണ്ടുപേരും വലിയ മദം പൊട്ടി ആനകളെ പോലെ ഇറങ്ങി പരസ്പരം യുദ്ധം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രകടനം അങ്ങോട്ട് യുദ്ധമാകാൻ വേണ്ടി തുടങ്ങി. പരസ്പരം കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗദാപ്രയോഗങ്ങൾ തുടങ്ങിയതാണ്. ആ സമയത്ത് കാണികളും ഈ രണ്ടുപേരുടെയും പക്ഷത്ത് ചേർന്നു. കുറെ ആൾക്കാര് ഭീമന് വേണ്ടിയിട്ട് വിളിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറെ ആൾക്കാര് ദുര്യോധനന് വേണ്ടിയിട്ട് വിളിച്ചു കൂടാൻ തുടങ്ങി. ആ സമയത്ത് ഇവർക്ക് ഹാലിളകിയതുപോലെയായി. അതിഭയങ്കരമായിട്ടുള്ള മത്സരം യുദ്ധമായിട്ട് മാറി. ഈ സമയത്ത് ദ്രോണർക്ക് മനസ്സിലായി ഇവര് കാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രകടനത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. പെട്ടെന്ന് അശ്വത്ഥാത്മാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് പോയി അവരുടെ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അശ്വത്ഥാത്മാവ് ഓടി ചെന്നിട്ട് ഈ തിരകളെ എങ്ങനെയാണോ കരയടക്കുന്നത് അതുപോലെ തന്നെ അശ്വത്ഥാത്മാവ് രണ്ടുപേരെയും അതിൽ നിന്ന് അനുനയിപ്പിച്ച് മാറ്റിയെന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചുപോയി. ആ സമയത്ത് പിന്നെ ദ്രോണാചാര്യർ രംഗസ്ഥലത്തേക്ക് ഇറങ്ങി. ഇടതുകൈ അദ്ദേഹം ഉയർത്തിക്കഴിഞ്ഞപ്പോഴേ വാദ്യാഘോഷങ്ങളെല്ലാം നിന്നു. ആ സമയത്ത് ജനങ്ങളെല്ലാവരും നിശബ്ദരായി, അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അദ്ദേഹം സിംഹഗർജനം പോലെ അവിടെ നിന്ന് സംസാരിച്ചെന്നാണ്, ഇടിമുഴക്കം പോലെ.
പറഞ്ഞു എൻ്റെ പുത്രനേക്കാളും പ്രിയപ്പെട്ടവനും അതോടൊപ്പം തന്നെ പാണ്ഡുപുത്രനും ഇന്ദ്രപുത്രനും വിഷ്ണുവിന്റെ ശക്തിയോടുകൂടിയവനുമായിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള പാർത്ഥൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പില് അഭ്യാസ പ്രകടനം കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വർണ്ണ പടച്ചട്ടയും അണിഞ്ഞ് എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും ധരിച്ചുകൊണ്ട് കയ്യുറകളും ധരിച്ചുകൊണ്ട് വലിയൊരു വില്ലും ധാരാളം അസ്ത്രങ്ങളുള്ള ആവനാഴിയും ഒക്കെ ആയിട്ട് ഈ അർജുനന്റെ രംഗപ്രവേശം നടന്നു. അർജുനനെ കണ്ടപ്പോൾ തന്നെ അർജുനന്റെ തേജസ്സും ആ ഗാംഭീര്യവും വലിപ്പവും എല്ലാം കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന കാണികൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള സന്തോഷം വന്നെന്നാണ് ആ മനസ്സിൽ സമയത്ത്. അപ്പൊ അവരൊക്കെ ഇതാ കുന്തിപുത്രൻ വന്നു, ഇതാ ഇന്ദ്രപുത്രൻ വന്നു എന്നൊക്കെ പറയുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ അർജുനനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആരവ ശബ്ദങ്ങള് ഉണരാൻ വേണ്ടിയിട്ട് തുടങ്ങി കാണികളുടെ ഇടയിൽ നിന്നും. ഇത് കേട്ടിട്ട് കുന്തിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. അവളിരുന്ന് ഇതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. തന്റെ മകനായിട്ടുള്ള അർജുനനെ എല്ലാവരും പോഴ്ത്തുന്നത് കേട്ടിട്ട് കുന്തിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ഇരിക്കുന്ന ദുര്യോധനാദികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്നാണ്. പക്ഷെ അവർക്ക് അത്ര സന്തോഷം ഉണ്ടായില്ല. അങ്ങനെ അർജുനൻ വന്നിട്ട് എല്ലാവരെയും വേണ്ടവിധം ആദരപൂർവ്വം വണങ്ങിയതിന് ശേഷം അർജുനൻ അസ്ത്രാഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ആ സമയത്ത് ആദ്യം ദിവ്യാസ്ത്രങ്ങളാണ് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആദ്യം അഗ്നേയാസ്ത്രം ഉപയോഗിച്ചിട്ട് അഗ്നി ഉണ്ടാക്കി, വരുണാസ്ത്രം ഉപയോഗിച്ചിട്ട് മഴ പെയ്തു, വായവ്യാസ്ത്രം ഉപയോഗിച്ചിട്ട് അവിടെ വായു കാറ്റടിപ്പിച്ചു. അങ്ങനെ പല രീതിയിലുള്ള അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഭൂമിയുടെ അസ്ത്രം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി. അതിനുശേഷം ഭയങ്കരമായിട്ട് വലിപ്പം വെച്ചു ഒരസ്ത്രം ഉപയോഗിച്ചിട്ട്, ഭയങ്കര പൊക്കം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഭയങ്കര കുള്ളനായിട്ട് മാറി. ഒരേ സമയത്ത് തന്നെ പല പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ കാണപ്പെട്ടു എന്നാണ് അർജുനനെ. ഒരു സമയം തേർത്തട്ടിലും തേറിന്റെ മുകളിലും അതോടൊപ്പം തന്നെ ഈ രംഗസ്ഥലത്തെ പല സ്ഥലത്തും ഒരേ സമയത്ത് തന്നെ അർജുനനെ കാണപ്പെട്ടു. അപ്പൊ ഈ അത്ഭുതകരമായിട്ടുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന കാണികളെല്ലാം ഇളകി മറിഞ്ഞു എന്നാണ്. ഭയങ്കരമായിട്ടുള്ള കരഘോഷങ്ങളും ഭയങ്കരമായിട്ടുള്ള ആർപ്പുവിളികളും അർജുനനോട്ട് വേണ്ടിയിട്ടുള്ള ജയവിളികളും ഒക്കെ കേട്ടു. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഇത്രയും ശബ്ദങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രരെ ചോദിച്ചു, എന്താണ് ഇത്ര ബഹളം എന്ന് ഈ ദുര്യോധനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനന്റെ അഭ്യാസ പ്രകടനം കണ്ടിട്ട് ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണെന്ന് പറഞ്ഞു. അപ്പം അർജുനൻ അദ്ദേഹത്തിന്റെ ആയുധവിദ്യ വീണ്ടും തുടരുകയാണ്. അസ്ത്രപ്രകടനത്തിനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേഗത്തില് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്നിയുടെ ലോഹപ്രതിമ ഉണ്ടായിരുന്നു. അതിന്റെ വായിലേക്ക് ഒരുമിച്ച് 5 അസ്ത്രങ്ങൾ എഴുതി തറപ്പിച്ചെന്നാണ്. അതിനുശേഷം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കാളക്കൊമ്പുണ്ടായിരുന്നു. കാളക്കൊമ്പിന്റെ ഒരു ഭാഗം പൊള്ളയാണ്. ആ ഭാഗത്തേക്ക് 21 അസ്ത്രങ്ങൾ ഒരേ സമയത്ത് എഴുതു കൊള്ളിച്ചെന്നാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആൾക്കാർക്ക് അത്ഭുതം അടക്കാനാവാതെ പോയി. അപ്പൊ ഈ അസ്ത്രം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. നമ്മള് ഈ ഒളിമ്പിക്സിന്റെ ഒക്കെ ആർച്ചറി കാണുമ്പോൾ നമുക്കറിയാം, അത്യാധുനികമായിട്ടുള്ള വില്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്കൻഡുകൾ സമയം ഞാൻ നോക്കി നിന്നിട്ടാണ്. ഇവിടെ ആ സെക്കൻഡുകൾക്കുള്ളില് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ 21 അമ്പുകളൊക്കെയാണ് അർജുന് അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ ആൾക്കാരുടെ കൈവേഗതയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അപ്പൊ ഈ ദിവ്യാസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് ഇപ്പോൾ ഉള്ള ഈ മിസൈലുകളെ പോലെ തന്നെ സംഹാരശേഷിയുള്ളതാണ്, പല രീതിയിൽ സംഹാരശേഷിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വണങ്ങി രംഗമെല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞിട്ട് ആ സമയത്ത് അധ്യക്ഷൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ദ്രോണാചാര്യർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അത്യുത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആൾക്കാർ കണ്ടത്. ആ കാഴ്ചയുടെ പ്രഭാവം മൂലം ആൾക്കാർക്ക് ഭൂമി പിളരുന്നതാണോ മേഘമെല്ലാം കൂടി ഇടിഞ്ഞു വരുന്നതാണോ എന്താണെന്ന് മനസ്സിലായില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ദ്രോണാചാര്യര് പാണ്ഡവരോടൊപ്പം ഇരിക്കുന്നതാണ്. അത് കണ്ടപ്പം ആൾക്കാർക്ക് തോന്നിയത് 5 നക്ഷത്രങ്ങളുടെ മധ്യത്തില് ചന്ദ്രൻ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ദുര്യോധനൻ ഗദാധാരിയായി അശ്വത്ഥാത്മാവിനോടൊപ്പം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതേപോലെ തന്നെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള കരഘോഷം മുടക്കി. അങ്ങനെ ആരവമൊക്കെ അടക്കി കഴിഞ്ഞപ്പോഴേ ആ വേദിയുടെ വാതിലിലൂടെ ദ്വാരപാലകന്മാരൊക്കെ മാറിക്കൊടുത്തപ്പോഴ് അതികായനായിട്ടുള്ള പർവ്വതത്തെ പോലെ വലിപ്പമുള്ള ശക്തനായിട്ടുള്ള ഒരു യുവാവ് കടന്നു വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ജന്മസിദ്ധമായിട്ടുള്ള
കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ടുള്ള ഒരു വാളും അതോടൊപ്പം തന്നെ വില്ലും ആവനാഴി നിറച്ച അസ്ത്രങ്ങളും ഒക്കെയായിട്ട് ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടാണ് യുവാവ് ഉള്ളിലേക്ക് വന്നത്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സാവധാനം നിന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാരെയും ചുറ്റി ഒന്ന് നോക്കി. ഒരു സഭാകമ്പവും ഇല്ലാതെ വളരെ അഹങ്കാരത്തോടു കൂടിയിട്ടായിരുന്നു ആ നോട്ടം എന്നാണ്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഗുരുകാരണവന്മാരെയൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് കൈകൊക്കെ ഒന്ന് കൂപ്പി ചെറുതായിട്ടൊന്ന് വണങ്ങിയതേ ഉള്ളൂ. അധികം ശരീരം വളച്ചൊന്നുമില്ല. അതിനുശേഷം അർജുൻ നേരെ നോക്കി സിംഹഗർജനം പോലെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഹേ പാർത്ഥ, നീ ചെയ്ത അതേ അഭ്യാസങ്ങളൊക്കെ അതിലും മികവിൽ ഞാനിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നീ അത്ര ഞെളിയണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ജനങ്ങളൊക്കെ, അവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം യന്ത്രത്താൽ പൊക്കപ്പെടുന്നത് പോലെ അറിയാതെ ചാടി എഴുന്നേറ്റ് പോയെന്നാണ്. അർജുനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഒരാളോ അതോടൊപ്പം തന്നെ ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതരായി. ഇതാരാണെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരാൻ വേണ്ടി തുടങ്ങി. കാരണം വെച്ചാൽ ഇത്രയും തേജസ്വിയായിട്ടുള്ള ഒരു കുമാരനെ അവരാരും കണ്ടിട്ടില്ല. ഇത്രയും കരുത്തുള്ള, ഇത്രയും ഭംഗിയുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള ഒരു ആളെയും കണ്ടിട്ടില്ല. അപ്പൊ ഇതാരാണെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായി. അപ്പൊ ആ സമയത്ത് ഒരാൾക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം വന്നു. അത് കുന്തിക്കായിരുന്നു. കവചകുണ്ടലങ്ങളോട് കൂടിയിട്ട് ഈ കർണൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പം കുന്തിക്ക് മനസ്സിലായി ഇത് തന്റെ മകനാണ്. അങ്ങനെ മകനെ തിരിച്ചറിഞ്ഞതില്, മകൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതിൽ കുന്തിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായെന്നാണ്. ഇത് കണ്ടപ്പം വേറെ കുറച്ച് ആൾക്കാർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അത് ദുര്യോധനാദികൾക്കായിരുന്നു. കാരണം വെച്ചാൽ അർജുനനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഒരാള്. അപ്പൊ ദുര്യോധനാദികൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. അതോടൊപ്പം തന്നെ അർജുനന് ഭയങ്കരമായിട്ടുള്ള കോപവും ഉണ്ടായി. ആ സമയത്ത് ഈ അർജുനനെ വെല്ലുവിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ദുര്യോധനാദികൾക്കുണ്ടായത്. ആ സമയത്ത് ദ്രോണാചാര്യര് അനുവാദം കൊടുത്തു അഭ്യാസ പ്രകടനത്തിന്. അർജുനൻ ചെയ്ത പോലെ അതേപോലെ തന്നെയുള്ള പ്രകടനങ്ങൾ അതേ മികവിൽ തന്നെ കർണനും ചെയ്തു എന്നാണ്. ചെയ്തു കഴിഞ്ഞപ്പോഴ് അർജുനന് ഭയങ്കര കോപമായി. അതോടൊപ്പം തന്നെ ഈ ദുര്യോധനാദികൾക്ക് ഇതിപ്പോ ഒരു സന്തോഷം ഉണ്ടാകാനില്ല. അർജുനനോട് കിടപിടിക്കിരിക്കുന്ന ഒരു വില്ലാളിയെ കിട്ടിയിരിക്കുന്നത്. അവർ ഓടി വന്നു, ഹസ്തദാനം കൊടുത്തു, എന്നിട്ട് കർണനെ കെട്ടിപ്പിടിച്ചു എന്നാണ്. അപ്പൊ കെട്ടിപ്പിടുത്തം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് കർണൻ അർജുനനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്, എനിക്ക് നിന്നെ യുദ്ധത്തിൽ നേരിട്ട് തോൽപ്പിക്കണം, നീ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായെന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ വെല്ലുവിളിച്ചു. അർജുനനെ വെല്ലുവിളിച്ച സമയത്ത് എല്ലാവരും ഞടുങ്ങിപ്പോയി. ആ സമയത്ത് അർജുനും ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് നിൽക്കുകയായിരുന്നു. അവന്റെ അഹങ്കാരവും എല്ലാം കണ്ട്, കർണന്റെ അഹങ്കാരം എല്ലാം കണ്ടിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചുവിടുന്ന നിന്റെ വീട്ടിലേക്കായിരിക്കില്ല, കാലപുരിയിലേക്കായിരിക്കും അയക്കാൻ പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് അർജുനനും തിരിച്ച് വെല്ലുവിളിച്ചു. ആ സമയത്ത് കർണൻ പറഞ്ഞു, നീ വെറുതെ കിടന്ന് വാചകം അടിക്കണ്ട, നമുക്ക് നോക്കാം ആർക്കാണ് ജയിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടായി. ഈ കർണന്റെ പുറകില് ദുര്യോധനാദികൾ അശ്വത്ഥാത്മാവ് അണിനിരന്നു. അർജുനന്റെ പുറകില് കൃപനും ഭീഷ്മരും ദ്രോണരും ഒക്കെ അണിനിരന്നു. അങ്ങനെ ദ്രോണര് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു. അത് ധാർമ്മികമാണ്. ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്തില് ഇന്ദ്രൻ വന്നു എന്നാണ്, മേഘങ്ങളുടെ മുകളിലായിട്ട്. ആ സമയത്ത് സൂര്യഭഗവാനും അവിടെ വന്ന് നിന്നു. തന്റെ മക്കള് തമ്മിൽ യുദ്ധം ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് നിന്നു എന്നാണ്. അപ്പം ഇവര് രണ്ട് തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വലിയ സസ്പെൻസ് അല്ല, എല്ലാവർക്കും അറിയാവുന്ന കഥയൊക്കെ തന്നെയാണ്. അതിൽ അറിയാൻ വയ്യാത്തവർക്ക് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പം പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.